Hello students, welcome back to Chem Time Day 17. Let's start with the first question. Question number 1. Which of the following compound will exhibit tautomerism? ടോട്ടോമറിസത്തിൽ ഇവിടെ തന്നിരിക്കുന്നതെല്ലാം കീറ്റോ ഫോമിലാണ്. അപ്പോൾ ഈ കീറ്റോ ഫോമിലുള്ള ആൾ ഈനോൾ ഫോമിലേക്ക് മാറും. ഓക്കെ, ഞാനിവിടെ ഒരു റെഗുലർ എക്സാമ്പിൾ എടുക്കാം. ദാറ്റ് ഈസ് CH3CHO, CH3CH2H ആൻഡ് CH ഡബിൾ ബോണ്ട് O. ദിസ് ഈസ് എ കീറ്റോ ഫോം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി എന്താ സംഭവിക്കുക? ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ ഹൈഡ്രജൻ ആറ്റം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ആൻഡ് വി വിൽ ഗെറ്റ് എൻ ഈനോൾ ഫോം ദാറ്റ് ഈസ് CH2 ഡബിൾ ബോണ്ട് CHOH. ഇങ്ങനെ ഒരു ടോട്ടോമറിസം കാണിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കീറ്റോ ഫോമിനകത്ത് ഒരു ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ദാറ്റ് ഈസ് എൻ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം. ആ കാർബൺ ആറ്റത്തിൻ്റെ മേലെയുള്ള ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഈ ഒരു ടോട്ടോമറിസം ഇവിടെ നടന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രൈമറി കണ്ടീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആൽഫ ഹൈഡ്രജൻ ആറ്റം, ഇത് ആൽഫ പൊസിഷനാണ്, ആൽഫ ഹൈഡ്രജൻ ആറ്റം അതിലില്ല. അതുകൊണ്ട് അത് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ളത് കൊണ്ടുണ്ടാവേണ്ട ടോട്ടോമറിസം കാണിക്കാനുള്ള സാധ്യത കുറവാണ്. ഇതിലും ഇല്ല. ഓക്കെ, ഇതിലും ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇത് sp2 ആണ്, ഇത് sp3 ആണെങ്കിലും രണ്ട് CH3 ആണ്. ഇത് ആൽഫ പൊസിഷനാണ്, ബട്ട് ദർ ഇസ് നോ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ഇനി നാലാമത്തേത് നോക്കുകയാണെങ്കിൽ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ല. ഇതിലേക്ക് നോക്കിയാൽ അതൊരു ബ്രിഡ്ജ് ഹെഡാണ്. എന്താ ബ്രിഡ്ജ് ഹെഡ് എന്ന് വെച്ചാൽ? ബ്രിഡ്ജ് ഹെഡ് എന്ന് വെച്ചാൽ ഒരു ബൈസൈക്ലോ കോമ്പൗണ്ടിൻ്റെ രണ്ട് സൈക്കിൾ കൂടി ജോയിൻ ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റമാണ്. ഇത് ഈ രണ്ട് റിങ്ങുകൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് വൺ റിംഗ് വിൽ ലൈ ഇൻ അതർ പ്ലെയിൻ. രണ്ട് പ്ലെയിനിലാണ്. ഇറ്റ്സ് നോട്ട് പ്ലാനാർ. അതുകൊണ്ട് അവിടെ നിന്നും അങ്ങോട്ടേക്ക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഷിഫ്റ്റ് നടക്കില്ല. ഓക്കെ, അപ്പോൾ അവിടെ അതിനെ ബ്രിഡ്ജ് ഹെഡിൽ സബ്സ്റ്റിറ്റ്യൂഷനും അതേപോലെ തന്നെ എലിമിനേഷനും എല്ലാം എന്താണ്? ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് ഇതും ബ്രിഡ്ജ് ഹെഡ് കാർബൺ ആറ്റം ബ്രിഡ്ജ് ഹെഡ് കാർബൺ ആറ്റത്തിൻ്റെ മേലെയുള്ള ഹൈഡ്രജൻ ആറ്റത്തിനെയും നമ്മൾ ആൽഫ ഹൈഡ്രജൻ ആറ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ ഏതിലാണ് ടോട്ടോമറിസം? അപ്പോൾ നമ്മൾ ആ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുകയാണ്. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ല. ഓക്കെ, ഈസ് ദർ ഈസ് എനി ഗാമ ഹൈഡ്രജൻ ആറ്റം? ഗാമ ഹൈഡ്രജൻ ആറ്റം ഉണ്ടോ നോക്കാം. ഇവിടെ ഇല്ല. ഓക്കെ, ഇതാണ് ഗാമ പൊസിഷൻ. ഇത് ആൽഫയാണെങ്കിൽ ഇത് ബീറ്റയാണ്, ഇത് ഗാമയാണ്. അവിടെ രണ്ട് CH3 ആണ്. ഓക്കെ, സോ അവിടെ ഇല്ല. ഇത് ഗാമ പൊസിഷനാണ്, അവിടെയും ഇല്ല. ഓക്കെ, പിന്നെ ഇവിടെ ഇത് ആൽഫ, ഇത് ബീറ്റ, ഇത് ഗാമ ബ്രിഡ്ജ് ഹെഡാണ്, നോട്ട് പോസിബിൾ. ദാറ്റ് ലൈസ് ഇൻ അതർ പ്ലെയിൻ. ഇവിടെ ഗാമയിൽ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ആ ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവുമ്പോൾ ടോട്ടോമറിസം പോസിബിളാണ്. റിംഗ് കോമ്പൗണ്ടിൽ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് O ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്. അതിനോടൊപ്പം തന്നെ അവിടെ ഒരു ഗാമ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഈ ഗാമ ഹൈഡ്രജൻ ആറ്റത്തിനകത്തുള്ള ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ആ പൈ ബോണ്ട്, ആ സിഗ്മ ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ പൈ ബോണ്ട് എന്ത് ചെയ്യും? ദിസ് പൈ ബോണ്ട് വിൽ ഷിഫ്റ്റ് ടു ഹിയർ ആൻഡ് ദിസ് വിൽ ഷിഫ്റ്റ് ടു ഹിയർ. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ്, ഓക്കെ, ഇവിടെ ഇത് O മൈനസ് ആയിട്ട് മാറി. ഈ രണ്ട് CH3 അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ആൻഡ് ഹിയർ ഇറ്റ്സ് മേക്സ് എ ഡബിൾ ബോണ്ട്, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് CH3, ആൻഡ് ഹിയർ ഇറ്റ്സ് മേക്സ് എ ഡബിൾ ബോണ്ട്. അത് ആ ഡബിൾ ബോണ്ട് എങ്ങനെ ഫോം ചെയ്തു? ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ O മൈനസ് വന്നു. ഇതിൻ്റെ കൂടെ ഇവിടെ എന്തുണ്ടായിട്ടുണ്ട്? ഒരു H+ ഉണ്ടായിട്ടുണ്ട്. ആ H+ പോയിട്ട് അവിടെ കമ്പൈൻ ചെയ്യും, ആൻഡ് ദാറ്റ് ബിക്കംസ് എൻ ഈനോൾ ഫോം. എങ്ങനെ ഈനോൾ ഫോം? ദിസ് എൻ ഈനോൾ ഫോം. ഈനോൾ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഗാമ ഹൈഡ്രജൻ ആറ്റം ഒരു റിങ്ങിലുണ്ട് എങ്കിൽ ഇറ്റ്സ് പോസിബിൾ. ദ പ്രസൻസ് ഓഫ് ഗാമ ഹൈഡ്രജൻ ആറ്റം ഓൾസോ റെസ്പോൺസിബിൾ ടു ഷോ കീറ്റോ ഈനോൾ ടോട്ടോമറിസം. കീറ്റോ ഫോമിൽ നിന്നും ഈനോൾ ഫോമിലേക്ക് പോകാൻ ആൽഫ ഹൈഡ്രജൻ ആറ്റമോ ഗാമ ഹൈഡ്രജൻ ആറ്റമോ ഉണ്ടായാൽ മതി. സോ ഓപ്ഷൻ 3 ഈസ് അവർ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 2. Which of the following carbon free radical is stabilized by hyperconjugation? ഹൈപ്പർ കോൺജുഗേഷൻ നടക്കണമെങ്കിൽ ഒരു CH സിഗ്മ ബോണ്ട് ദാറ്റ് ഷുഡ് ബി ഇൻ കോൺജുഗേഷൻ വിത്ത് എ പൈ ബോണ്ട് ഓർ എൻ അൺഷെയർഡ് p ഓർബിറ്റൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ C സിംഗിൾ ബോണ്ട് H സിംഗിൾ ബോണ്ട് H സിംഗിൾ ബോണ്ട് H, CH ഡബിൾ ബോണ്ട് CH2. ദിസ് ഇസ് പ്രൊപ്പീൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെയാണ് ഡബിൾ ബോണ്ട് ഉള്ളത്. ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള കാർബൺ ആറ്റം. സോ ദാറ്റ് ഈസ് ആൽഫ കാർബൺ ആറ്റം. സോ ദീസ് ഹൈഡ്രജൻസ് ആർ ആൽഫ ഹൈഡ്രജൻ ആറ്റം. സോ ദ പ്രസൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇൻ എൻ ആൽക്കീൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹൈപ്പർ കോൺജുഗേഷൻ. ഇവിടെ എന്താ സംഭവിക്കാം? ഈ പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആ പൈ ബോണ്ട് ഇവിടെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്ലസ് വരും. അവിടെ പ്ലസ് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഇപ്പോൾ ഒരു CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2. ആ CH2ൻ്റെ മേലേക്ക് രണ്ട് ഇലക്ട്രോൺസ് വന്നു, ലോൺ പെയർ, ആൻഡ് ദർ ഇസ് എ മൈനസ് ചാർജ്, ആൻഡ് ഇൻ ദിസ് കാർബൺ ആറ്റം there is a plus charge.
സോ ദാറ്റ് ഈസ് എ വാക്കന്റ് പി ഓർബിറ്റൽ. ഒരു വാക്കന്റ് പി ഓർബിറ്റൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്തു, ഒരു അൺഷെയർഡ് പി ഓർബിറ്റൽ, ഷെയർ ചെയ്യാത്ത ഒരു പി ഓർബിറ്റൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്തു. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉള്ള ഹൈഡ്രജൻ ആറ്റത്തിനകത്തുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരിക. ഓക്കെ, മേക്കിംഗ് ദിസ് H+, മേക്കിംഗ് ദാറ്റ് H+. അപ്പോൾ ഇവിടെ ഒരു പൈ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ആ പൈ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഇതിൻ്റെ സ്ട്രക്ചർ? സി സിംഗിൾ ബോണ്ട് H, സിംഗിൾ ബോണ്ട് H, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2 മൈനസ്. This is the first hyperconjugation structure of propene. ഓക്കെ, ഇനി അടുത്ത് അപ്പോൾ ഇവിടെ ഒരു H+ ഉണ്ട്, ഇവിടെ ഒരു H+ ഉണ്ട്. ഇനി ഇവിടെ നിന്ന് ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദാറ്റ് നെക്സ്റ്റ് സ്ട്രക്ചർ CH, സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2 മൈനസ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു H+ പ്രൊഡ്യൂസ് ചെയ്തു. ഇനി അടുത്തത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് അടുത്ത സ്ട്രക്ചർ കിട്ടും. സോ വി ആർ ഗെറ്റിംഗ് 3 ഹൈപ്പർ കോൺജുഗേഷൻ സ്ട്രക്ചർ. അപ്പോൾ എത്ര ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടോ അത്രയും ഹൈപ്പർ കോൺജുഗേഷൻ സ്ട്രക്ചേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഹൈപ്പർ കോൺജുഗേഷൻ നടക്കണമെങ്കിലുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് പ്രസൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ ആറ്റം തന്നെയാണ്. ഓക്കെ, നമ്മൾ കീറ്റോയിനോൾ ടോട്ടോമറിസത്തിൽ പറഞ്ഞതുപോലെ ഇവിടെയും ആൽഫ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പ്രസൻസ്. പക്ഷേ ആ ആൽഫ എന്തിനായിരിക്കണം, എന്തിൻ്റെ ആൽഫ പൊസിഷനിലായിരിക്കണം? ഒന്നെങ്കിൽ ഒരു ഡബിൾ ബോണ്ടിൻ്റെ ആൽഫ പൊസിഷൻ, അതല്ലെങ്കിൽ ഒരു കാറ്റയോണിക് സൈറ്റ്, ഒരു കാർബോ കാറ്റയോൺ സൈറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ CH3. ഓക്കെ, ദിസ് ഇസ് CH2+. ഓക്കെ, നേരത്തെ പൈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു പ്ലസ് പ്രൊഡ്യൂസ് ചെയ്തു, അപ്പോഴാണ് ഇത് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഇതിൽ ഓൾറെഡി ഒരു പ്ലസ് ഉണ്ട്. നേരത്തെ പൈ ബോണ്ടിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അവിടെ ഒരു CH2 മൈനസും ഇവിടെ ഒരു പ്ലസും, അതായത് ഒരു വാക്കൻ പി ഓർബിറ്റൽ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് CH സിഗ്മ ബോണ്ട് കോൺജുഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഓക്കെ, ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ഒരു വാക്കൻ പി ഓർബിറ്റൽ ഉണ്ട്. അപ്പോൾ ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ ആണ്. ഓക്കെ, ആൻഡ് വിൽ ഗെറ്റ് ദ ഫസ്റ്റ് സ്ട്രക്ചർ ദാറ്റ് ഈസ് CH, ഡബിൾ ബോണ്ട് CH2 H+. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്ട്രക്ചർ കിട്ടും. പിന്നെ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ സ്ട്രക്ചർ കിട്ടും. അപ്പോൾ ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 3 ആൽഫ ഹൈഡ്രജൻ ആറ്റം. സോ 3 ഹൈപ്പർ കോൺജുഗേഷൻ സ്ട്രക്ചർ ഇസ് പോസിബിൾ. ഓക്കെ, ഇനി അപ്പോൾ അവിടെയും അൺഷെയർഡ് പി ഓർബിറ്റലാണ്. ഇനി നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് CH, CH2 ഡോട്ട്. ദിസ് എൻ ഇഥൈൽ ഫ്രീ റാഡിക്കൽ. ഫ്രീ റാഡിക്കൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഒരു പി ഓർബിറ്റൽ ഉണ്ട്, ഷെയർ ചെയ്തിട്ടില്ല, അതിനകത്ത് ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇലക്ട്രോൺ ഉണ്ടാവുമ്പോൾ ഇനി നേരത്തെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട്, അതായത് നേരത്തെ ഇപ്പോൾ CH3 എന്നുള്ളതിൽ നിന്നും CH3 CH2+ എന്ന് വെച്ചാൽ ഇവിടെ ഒരു വാക്കന്റ് പി ഓർബിറ്റൽ ഉണ്ടായപ്പോൾ ഇവിടെ ഞാൻ കൊടുത്ത ആരോ എന്ന് പറയുന്നത് ഹെറ്ററോളിസിസിന്റെ ഹാരോ ആണ്. ഹെറ്ററോളിസിസ് അല്ലേ, 2 ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്തു, അതിലൊരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുത്ത് ഇവിടെ ബോണ്ട് ഉണ്ടാക്കി. പക്ഷേ ഇവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ ഉണ്ട്, സിംഗിൾ ഇലക്ട്രോൺ ഷെയർ ചെയ്യാത്ത. അപ്പോൾ അവർ എന്ത് ചെയ്യും? ഇവിടെ ഹോമോലിസിസ് നടത്തും. ഒരു ഇലക്ട്രോൺ ഹൈഡ്രജനിലേക്കും ഒരു ഇലക്ട്രോൺ കാർബണിലേക്കും ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? യു വിൽ ഗെറ്റ് C. ഇവിടെ ഈ ഹൈഡ്രജൻ ആറ്റം ഇവിടെ തന്നെ ബോണ്ട് ചെയ്തിട്ടുണ്ട്, ഈ ഹൈഡ്രജൻ ആറ്റം ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ആൻഡ് CH2. ഈ CH2ൻ്റെ മേലൊരു ഡോട്ടും ഉണ്ട്, സിൻ്റെ മേലൊരു ഡോട്ടും ഉണ്ട്. ആ 2 ഡോട്ടും കൂടെ ചേർന്നാൽ ഇറ്റ്സ് ബിക്കംസ് എ ഡബിൾ ബോണ്ട് ആൻഡ് ദർ ഈസ് എ ഫ്രീ റാഡിക്കൽ H ഡോട്ട്. ഓക്കെ, അപ്പോൾ അതും ആൽഫ ഹൈഡ്രജൻ ആറ്റമാണ്. അടുത്ത എന്താ സംഭവിക്കുക? ഇവിടെ വീണ്ടും ഹോമോലിസിസ് നടക്കും. അപ്പോൾ ഇവിടെ ഒരു H ഡോട്ട് ഉണ്ട്, ഒരു ഡോട്ട് വന്ന് ഇവിടെ ബോണ്ടായി, ഇത് H ഡോട്ട്, പിന്നെ ഇവിടെ. ഓക്കെ, അപ്പോൾ 3 ഹൈപ്പർ കോൺജുഗേഷൻ സ്ട്രക്ചർ പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് ആൽക്കീലും അതേപോലെ കാർബോകാറ്റയോളിലും അതേപോലെ ഫ്രീ റാഡിക്കലിലും ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ ആണ്. ഞാൻ ഇതുവരെ പറഞ്ഞത് ഹൈപ്പർ കോൺജുഗേഷൻ്റെ ബേസിക് ആയിട്ടുള്ള തിയററ്റിക്കൽ പാർട്ടാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കാർബൺ ഫ്രീ റാഡിക്കൽ ഇസ് സ്റ്റെബിലൈസ്ഡ് ബൈ ഹൈപ്പർ കോൺജുഗേഷൻ? ആർക്കാണോ കൂടുതൽ ഹൈപ്പർ കോൺജുഗേഷൻ സ്ട്രക്ചർ ഉള്ളത്, ആസ് ദ നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേഷൻ സ്ട്രക്ചർ ഇൻക്രീസസ് സ്റ്റെബിലിറ്റി ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, CH2 ഡോട്ട്, അതിന് ആൽഫ പൊസിഷനിൽ കാർബൺ ആറ്റം ഉണ്ട്, പക്ഷേ ഹൈഡ്രജൻ ആറ്റം ഇല്ല. സോ ദർ ഇസ് നോ ഹൈപ്പർ കോൺജുഗേഷൻ സ്ട്രക്ചർ. സോ ദാറ്റ് ഈസ് നോട്ട് അവർ ആൻസർ. നെക്സ്റ്റ് വൺ, ഇവിടെ ഒരു ഫ്രീ റാഡിക്കൽ സൈറ്റ് ഉണ്ട്. ഇവിടെ ദിസ് ഈസ് വൺ ഓഫ് ദ ആൽഫ പൊസിഷൻ. ഓക്കെ, ആ ആൽഫ പൊസിഷനിൽ ഹൈഡ്രജൻ ആറ്റം ഇല്ല. ഇത് ആൽഫ പൊസിഷൻ ആണ്, അത് ബ്രിഡ്ജ് ഹെഡ് ആണ്. സോ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ലൈക്ക് ഇൻ കീറ്റോയിനോൾ ടോട്ടോമറിസം. സോ ദർ ഈസ് ഓൾസോ നോ ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ. ഇനി ഇവിടെ CH ഡോട്ട്, ഇതിൻ്റെ ആൽഫ പൊസിഷൻ എന്ന് പറയുന്നത് ഒന്ന് ബെൻസീൻ റിങ്ങിലാണ്. ഓക്കെ, ബെൻസീൻ റിങ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? ദാറ്റ് ഈസ്, വേണമെങ്കിൽ ഞാനത് ഫോർമുല ഇങ്ങനെ എഴുതാം. CH2 ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് അല്ലേ, CH2 ഉണ്ടാവില്ല, CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH
ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട്. ഇതാണ് ബെൻസീൻ. ഈ ബെൻസീനിലെ ഒരു ഹൈഡ്രജൻ ആറ്റം പോയിട്ട് അതിന് പകരം എന്താ വന്നത്? അതിന് പകരം അവിടെ ഒരു R ഗ്രൂപ്പ് വരികയാണെങ്കിൽ ആ പൊസിഷനിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ല. എന്ന് വെച്ചാൽ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ല. ഓക്കെ, അപ്പോൾ ബെൻസീൻ റിങ്ങിലേക്ക് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നാൽ ആ ഹൈഡ്രജന് പകരമാണ് അത് വരുന്നത്. അപ്പോൾ ആൽഫ പൊസിഷൻ ഉണ്ട്, പക്ഷേ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ല. ദിസ് ആൽഫ പൊസിഷൻ, അവിടെ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ല. സോ ദിസ് ഓൾസോ നോട്ട് എക്സിബിറ്റിംഗ് ഹൈപ്പർ കോൺജുഗേഷൻ. ഓക്കെ, ഇനി CH2 ഡോട്ട് ഇവിടെ നോക്കുക, ഇതൊരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റമാണ്. ഒരു ബോണ്ട് ഇങ്ങോട്ട്, ഒരു ബോണ്ട് ഇങ്ങോട്ട്, ഒന്ന് CH3 അവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൽഫ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ദാറ്റ് എക്സിബിറ്റ് hyper conjugation. Okay, so 4 is our answer, and this is our explanation. It has an alpha hydrogen atom for hyper conjugation, so 4 is our answer. Next question, question number 3, the main product of the following reaction. Okay, idoru alkene aanu, ivide oru benzene ring undu. NBS, what is NBS? N-bromosuccinimide. N-bromosuccinimideനെയാണ് NBS എന്ന് പറയുന്നത്. സക്സിനിക് ആസിഡ് എന്താ? സക്സിനിക് ആസിഡ് ഈസ് CH2 സിംഗിൾ ബോണ്ട് CH2 COOH. COOHനെയാണ് നമ്മൾ സക്സിനിക് ആസിഡ് എന്ന് പറയാം. സക്സിനിമൈഡ് എന്ന് വെച്ചാലോ CH2 സിംഗിൾ ബോണ്ട് CH2. ഓക്കെ, ദെൻ C ഡബിൾ ബോണ്ട് O ഡബിൾ ബോണ്ട് O NH ആണ് സക്സിനിമൈഡ്. ഓക്കെ, ദിസ് ഈസ് സക്സിനിമൈഡ്. ഈ സക്സിനിമൈഡിന്റെ Hന്റെ സ്ഥാനത്തേക്ക് ബ്രോമിൻ വന്നാൽ ദാറ്റ് ഈസ് N-bromosuccinimide. ഓക്കെ, ആ N-bromosuccinimide നമുക്ക് ഇങ്ങനെയും വരക്കാം. This is CH2 CH2 and here is an N and here is a Br and here is double bond O, here is double bond O. This is N-bromosuccinimide NBS. ഇവിടെ ഈ റിയേജന്റ് ഒരു പ്രത്യേകതയുണ്ട്. This is undergoing എന്താണ് ഹോമോലിസിസ് ടു ഫോം ബ്രോമിൻ ഫ്രീ റാഡിക്കൽ. ഓക്കെ, ബ്രോമിൻ ഫ്രീ റാഡിക്കൽ. അപ്പോൾ ഈ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ വിൽ ഇനീഷ്യേറ്റ് ദിസ് റിയാക്ഷൻ ടു ഫോളോ ത്രൂ ഫ്രീ റാഡിക്കൽ മെക്കാനിസം. അപ്പോൾ ഈ ഒരു സബ്സ്ട്രേറ്റിനകത്ത് ആർക്കാണോ സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യാം അവർക്കാണ് മേജർ പ്രോഡക്റ്റ് ഉണ്ടാവുക. ഓക്കെ, അതായത് അങ്ങനെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആയിരിക്കും മേജർ പ്രോഡക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഈ സബ്സ്ട്രേറ്റിൽ ഏത് ഫ്രീ റാഡിക്കലാണ് സ്റ്റേബിൾ എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ ആയി. അപ്പോൾ അവിടെ ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഞാൻ ആ ഒരു മോളിക്യൂളോട് വരക്കാം. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു PH ഉണ്ട്. ആ PHന്റെ ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ബെൻസൈലിക് പൊസിഷനാണ്. ആ ബെൻസൈലിക് പൊസിഷനിൽ ഒരു ഫ്രീ റാഡിക്കൽ വരികയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഹൈലി സ്റ്റേബിൾ. ഓക്കെ, ഇനി CH2 ഡബിൾ ബോണ്ട് CH2 ഇവിടെയാണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് അലൈലിക്. ഓക്കെ, ദിസ് ഈസ് ബെൻസൈലിക്, ദാറ്റ് ഈസ് അലൈലിക്. അപ്പോൾ അങ്ങനെ അലൈലിക് ആവുന്നതിനും സ്റ്റെബിലിറ്റി ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് ലെസ് സ്റ്റേബിൾ ദാൻ ബെൻസൈലിക്. ഇവിടെയൊക്കെ ആണെങ്കിൽ എന്താ വരിക? ദാറ്റ് ഈസ് ആൽക്കൈലിക്, ഇത് ആൽക്കൈലിക്. അപ്പോൾ ഇവിടെ ഒരു ഫ്രീ റാഡിക്കൽ സൈറ്റ് വന്നിട്ട് ആ ഫ്രീ റാഡിക്കൽ സൈറ്റിലേക്ക് ആഡ് ചെയ്യപ്പെടുക? Br ഡോട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ട് ബ്രോമിൻ അവിടെ ബോണ്ട് ചെയ്യുന്ന ഒരു മോളിക്യൂൾ ഉണ്ട് ഓപ്ഷനിൽ എങ്കിൽ ദാറ്റ് ഈസ് ദ മേജർ പ്രൊഡക്റ്റ് ഇൻ ദിസ് റിയാക്ഷൻ. ഓക്കെ, അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടോ നോക്കുക. അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ദിസ് വൺ. ഓക്കെ, ഇത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്? ദിസ് ഈസ് അലൈലിക് പൊസിഷൻ. അത് സെക്കൻഡിനേക്കാളും, അതായത് സെക്കൻഡ് ഓപ്ഷനിലുള്ളതിനേക്കാളും അൺസ്റ്റേബിൾ ആണ്. പിന്നെ ഇവിടെ നടന്നത് ഡബിൾ ബോണ്ടിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നതാണ്. ഡബിൾ ബോണ്ടിലേക്ക് ബ്രോമിൻ ആഡ് ചെയ്യപ്പെടുക എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അത് Br2 ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് പ്ലസും മൈനസും ആദ്യം ഒരു ബ്രോമിൻ ആഡ് ചെയ്യപ്പെടും ഡബിൾ ബോണ്ടിലേക്ക്. CH2 ഡബിൾ ബോണ്ട് CH2ലേക്കാണെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. ഓക്കെ, ആ മൈനസിലേക്ക് ആദ്യം ഒരു ബ്രോമിൻ വരും, ഡബിൾ ബോണ്ട് പോയിട്ട് മറ്റതിലേക്ക് ഒരു ബ്രോമിൻ വരും. ഇങ്ങനെ ഒരു റിയാക്ഷൻ ആണ് നടക്കുക. പക്ഷേ അത് NBSന്റെ പ്രസൻസിൽ ഫ്രീ റാഡിക്കൽ മെക്കാനിസം മാത്രമാണ് ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ട് ഓപ്ഷൻ 3 അല്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നതും ഇവിടെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് നോട്ട് കറക്റ്റ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ 2. Okay, and this is the explanation. This is a more stable free radical, that is benzylic free radical is more stable. And question number 4, CH3CHO and CH3CH2CHO can be distinguished by AgNO3 and ammonium hydroxide, that is alkaline silver nitrate. Brady reagent. Brady reagent is 2,4-DNP, 2,4-dinitrophenyl hydrazine. എന്താ ഹൈഡ്രസീൻ? NH2 ആണ് ഹൈഡ്രസീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹൈഡ്രസീന്റെ
2,4-dinitrophenyl NH2 ഇവിടെ ഒരു ബെൻസീൻ റിംഗ്, അതിന്റെ സെക്കൻഡ് പൊസിഷനിൽ ഒരു നൈട്രോ ഗ്രൂപ്പ്, അതിന്റെ ഫോർത്ത് പൊസിഷനിൽ ഒരു നൈട്രോ ഗ്രൂപ്പ്. ഇതാണ് 2,4-DNP എന്ന് പറയുന്നത്. ഇത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടക്കും ആൽഡിഹൈഡുമായിട്ടും കീറ്റോണുമായിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു യെല്ലോ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ഈ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ എല്ലാ ആൽഡിഹൈഡിനും എല്ലാ കീറ്റോണിനും കിട്ടുന്നത് കൊണ്ട് നമുക്ക് ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല, രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ആൽഡിഹൈഡിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ AgNO3 രണ്ട് ആൽഡിഹൈഡിനും ഓക്സിഡേഷൻ നടക്കും. ഓക്കെ, സോ അവിടെയും ആ റിയാക്ഷൻ നടക്കില്ല. ക്ലിയർ? ഇതെന്താണ്? ദിസ് ഇസ് ടൊളൻസ് റിയേജൻ. അപ്പോൾ ടൊളൻസ് ടെസ്റ്റ് എല്ലാ ആൽഡിഹൈഡിനും കിട്ടുന്ന റിയാക്ഷൻ ആണ്. അടുത്ത എന്താ? NaOH and I2 എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് NaOI. ഓക്കെ, NaOI, sodium hypoiodate. Okay, and this is iodoform reaction. Iodoform reaction കിട്ടാനുള്ള ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ആൽഫ CH3 ഗ്രൂപ്പാണ്. ഇവിടെ ഉള്ളത് C2H5 ആണ്. സോ iodoform test can be used to distinguish between an aldehyde having methyl group and does not having methyl group. Okay, so our answer is option 3, ഫെലിംഗ് സൊല്യൂഷൻ. ഫെലിംഗ് സൊല്യൂഷൻ ആൽഡിഹൈഡിന്, അതായത് എല്ലാ ആലിഫാറ്റിക് ആൽഡിഹൈഡിനും പോസിറ്റീവ് ടെസ്റ്റ് തരുന്നതാണ്. അരോമാറ്റിക് ആൽഡിഹൈഡിന് ഫെലിംഗ് ടെസ്റ്റ് പോസിറ്റീവ് റിസൾട്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഫെലിംഗ് ഇവിടെ രണ്ടും ആലിഫാറ്റിക് ആൽഡിഹൈഡ്സ് ആണ്. സോ ഫെലിംഗ് സൊല്യൂഷൻ ഓൾസോ കനോട്ട് ബി യൂസ്ഡ്. ടൊളൻസ് റിയേജന്റ് ഓൾസോ കനോട്ട് ബി യൂസ്ഡ്. 2,4-DNP or Brady's reagent also cannot be used to distinguish between these two aldehydes. Only iodoform test can be used to distinguish between this acetaldehyde and propanaldehyde. Okay, and the last question, and this is the explanation. Okay, and the last question, the main product of the following reaction. Would a nitrile SnCl2 and HCl, that is Stephan reduction. This will become an aldehyde, benzaldehyde, that with concentrated NaOH. ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് നൈട്രൈൽ ആണ്. ആ നൈട്രൈലിനെ നമ്മൾ സ്റ്റീഫൻ റിഡക്ഷൻ, പാർഷ്യൽ റിഡക്ഷൻ നടത്തിയാൽ അത് ബെൻസാൽഡിഹൈഡ് ആയിട്ട് മാറും, ദാറ്റ് ഈസ് എ. അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് NaOH ആഡ് ചെയ്താൽ that will undergo Cannizzaro reaction. Cannizzaro reaction is self reduction and oxidation, that is a disproportionation reaction. അപ്പോൾ ഇവിടുത്തെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്തായിട്ട് മാറും? that will become a COO minus Na plus. Okay, that will become sodium benzoate and benzyl alcohol, CH2OH. Okay, ഒരു കാർബോക്സിലേറ്റ് അയോണും അതേപോലെ ഒരു ആൽക്കഹോളും. ഇവിടെ CH2OH എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെട്ടു, റിഡക്ഷൻ ആണ്. ഇവിടെ ഓക്സിജൻ ആഡ് ചെയ്യപ്പെട്ടു, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. ഓക്കെ, സോ സെൽഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് Cannizzaro റിയാക്ഷൻ. അത് ഏതിലാണ് കൊടുത്തിരിക്കുന്നത്? ദാറ്റ് ഈസ് ഇൻ ഓപ്ഷൻ 3. ഓക്കെ, ഓപ്ഷൻ 3 ഈസ് അവർ ആൻസർ. And this is the explanation. Okay, complete explanation. Nitrile on reduction, Stephan reduction forming aldehyde, that with on Cannizzaro reaction with concentrated NaOH giving sodium benzoate and benzyl alcohol. Okay, and that's all about today's chem time session. നമ്മൾ ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. ഓക്കെ, ആൻഡ് ആസ് യു നോ ദിസ് ഈസ് ദ 17th ഡേ ഓഫ് chem time. നമ്മൾ ഓരോ ദിവസവും 5 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ ടോട്ടൽ 85 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ മേജറായിട്ട് കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് അസിഡിറ്റി, ബേസിസിറ്റി, ടോട്ടോമറിസം, ഹൈപ്പർ കോൺജുഗേഷൻ, ഒപ്റ്റിക്കൽ ഐസോമറിസം, സ്റ്റെബിലിറ്റി ഓഫ് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സ് ലൈക്ക് കാർബോകാറ്റയോൺ, കാർബാനിയോൺ, ഫ്രീ റാഡിക്കൽസ് എക്സെട്ര. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നീറ്റിനും കീമിനും ജെയ്ക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് കവർ ചെയ്യുന്നത്. ഇനി 3 ദിവസം കൂടിയാണ് നമുക്ക് മാസ്റ്റർ ദി ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഫസ്റ്റ് ഫേസ് പ്രോഗ്രാമിലുള്ളത്. ആൻഡ് സെക്കൻഡ് ഫേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ കെമിസ്ട്രിയാണ്. 20 days പ്രോഗ്രാംസ് ഫോർ ഫിസിക്കൽ കെമിസ്ട്രി ആൻഡ് ദാറ്റ് ഈസ് മാസ്റ്റർ ദ ഫിസിക്കൽ കെമിസ്ട്രി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ആർ മൂവിങ് ടു മാസ്റ്റർ ദി ഇൻഓർഗാനിക് കെമിസ്ട്രി. ഓക്കെ, താങ്ക് യു.